ഗൈസ്, തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇത്തവണ ഒരു വലിയ മത്സരങ്ങൾ, അതായത് വുമൺസ് ODI വേൾഡ് കപ്പ് നടക്കാൻ പോവുകയാണ് ഈ വർഷം. അപ്പം അതിന് വേദിയാവും BCCI കൊടുത്തിട്ടുള്ള ലിസ്റ്റിലുള്ള ഒരു സ്റ്റേഡിയമാണ് ഈ പറഞ്ഞ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം എന്നുള്ള വാർത്തകളൊക്കെ വന്നതാണ്. അപ്പം നമ്മൾ മുമ്പ് ഫുട് ആൻഡ് ബോളിലൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ അർജൻറ്റീന കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ മത്സരങ്ങൾ നടക്കാൻ ഒരു സാധ്യത, പ്രശ്നങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള. അപ്പോൾ അന്നേരം കായിക മന്ത്രി ഒരു കാര്യം പറഞ്ഞിരുന്നു, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടത്താം, അത് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേഡിയമാണ്, KCIയുടേതല്ല, ഞങ്ങൾ അവിടെ നടത്തും എന്നൊക്കെയുള്ള തരത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് KCI ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രതികരണമൊക്കെ നടത്തിയിരുന്നു, വാർത്തയൊക്കെ വന്നതാണ്. അതായത് വുമൺസ് വേൾഡ് കപ്പ് നടത്തേണ്ട ഒരു സാഹചര്യമുള്ള നിലയ്ക്ക് ആ സമയത്ത് തന്നെയൊക്കെയാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, അതിനുശേഷം മെൻസ് ടീമിൻ്റെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ ഒരു പ്രിപ്പറേഷൻ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നടക്കില്ല എന്നുള്ള കാര്യം വന്നിരുന്നു. എന്താണെങ്കിലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഈ പറഞ്ഞ ODI വുമൺസ് വേൾഡ് കപ്പ് നടക്കില്ല, അതിനുള്ളൊരു വേദി ആകില്ല എന്നുള്ളതാണ്. ഈ ഒരു ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് KCI പിച്ചും ഔട്ട്ഫീൽഡും അതുപോലെ ഡ്രസ്സിംഗ് റൂമും ഒക്കെ ഒരു നവീകരണ സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്നാൽ ICCയുടെ ഒരു റൂളുണ്ട്. അതായത് കായികേതര ഇവൻറ്റ്സ് ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്റ്റേഡിയംസിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിഗണിക്കപ്പെടുന്ന സ്റ്റേഡിയംസിലൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അവർ ഇനെലിജിബിൾ ആകും. അപ്പോൾ ആ ഒരു സാഹചര്യം കൊണ്ടാണ് ഈ പറഞ്ഞ പോലത്തെ വേൾഡ് കപ്പിന് ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകാത്തത് എന്നുള്ളതാണ്. അപ്പം ഇതിൽ പറയുന്നൊരു കാര്യം ഞാൻ കണ്ടതാണ്. അതായത് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു നിർദ്ദേശം കൊണ്ടാണ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയംസിൽ കായികേതര പരിപാടികൾ ഒന്നും നടത്തരുത് എന്ന് പറയുന്നത്. അപ്പം ആ കാര്യം പോലും പരിഗണിക്കാതെയാണ് ഈ സ്റ്റേഡിയത്തിൻ്റെ ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള KSFL, അതായത് കാര്യവട്ടം സ്പോർട്സ് ഫെസിലിറ്റീസ് ലിമിറ്റഡ്, അവരിപ്പം സിനിമ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേഡിയം കൊടുത്തു. അപ്പം ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ ഒരു സ്റ്റേഡിയം വേൾഡ് കപ്പിന് വേണ്ടി കളിക്കാൻ യോഗ്യമല്ല എന്ന തരത്തിലേക്ക് മാറുന്നതും ട്രിവാൻഡ്രത്തിന് അതൊരു വലിയ നഷ്ടമായിട്ട് മാറുന്നതും, ട്രിവാൻഡ്രത്തിന് മാത്രമല്ല കേരളത്തിന് വലിയ നഷ്ടമായിട്ട് മാറും. ഈ സർക്കാർ നിർദ്ദേശത്തിനൊക്കെ പുല്ലുവിലയാണോ കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. സോ ഇപ്പം ഇങ്ങനത്തെ ഒരു കാര്യം എടുത്ത ഈ KSFL ആളുകൾക്കൊക്കെ എന്ത് നടപടിയായിരിക്കും നേരിടേണ്ടി വരിക എനിക്കറിയത്തില്ല. മുമ്പും ഇങ്ങനത്തെ കായികേതര പരിപാടികൾ നടന്നിട്ടുണ്ട്, വലിയ വിവാദം. ഇപ്പോൾ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അറിയാം, അവിടെ ISL നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഗിന്നസ് റെക്കോർഡ് ഭരതനാട്യം നടത്തിയിട്ട് ISL തന്നെ ഏറ്റവും മികച്ച പ്ലേയിങ് ഫീൽഡായിരുന്നു കൊച്ചിയിലേത്, അത് നശിപ്പിച്ച് ഒരു കണ്ടമാക്കി മാറ്റുന്ന സാഹചര്യം കണ്ടിട്ടുണ്ടോ? ഒന്നുകിൽ തന്നെ അവിടെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ നടക്കില്ല, കടമുറി പ്രശ്നങ്ങൾ, സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ കാരണം, അതല്ലാണ്ട് ബിൽഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കാരണം. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഗ്രീൻഫീൽഡ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പണിഞ്ഞിട്ടുള്ളൊരു സ്റ്റേഡിയമാണ്. അവിടെ ഈ പറയുന്ന പോലെ എന്തുകൊണ്ടും ആപ്റ്റായിട്ട് അവിടെ ആ ഒരു വേൾഡ് കപ്പ് മത്സരങ്ങൾ നടക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് പറഞ്ഞ പോലെ കായികേതര പരിപാടിക്ക് വിട്ടുകൊടുത്തിട്ട് ആ അവസരവും നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തിനാണ് പിന്നെ ഈ നമ്മുടെ നാട്ടിൽ സ്റ്റേഡിയംസ് ഒക്കെ വരുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പം എൻ്റെയൊക്കെ നാട്ടിൽ ആലപ്പുഴയിലൊക്കെ സ്റ്റേഡിയം ഉണ്ട്. എന്തിനാണ് ആ സ്റ്റേഡിയം എന്ന്? അവിടെ ആണെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഫെസ്റ്റോ അല്ലെങ്കിൽ കയർ ഫെസ്റ്റോ എല്ലാം നടക്കുന്നതല്ലാണ്ട് വേറെ ഒരു പരിപാടിക്കും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ സ്റ്റേഡിയങ്ങളൊക്കെ പണിയുന്നത് ഈ കടമുറി പണിയണം, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് വേറെ എന്തെങ്കിലും പരിപാടികൾ നടത്തി പൈസ ഉണ്ടാകും, അതിനുവേണ്ടി വേറെ കാര്യങ്ങൾ ചെയ്തു. ഇൻ്റർനാഷണൽ സ്റ്റേഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടി തന്നെ കൊടുക്കണം, എങ്കിൽ മാത്രമേ ഇവിടെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ വരികയുള്ളൂ. അപ്പോൾ അതിന് വിനയാകുന്നത് ആര്? അവർക്കെതിരെ നടപടികൾ എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഒരു സർക്കാർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ സീജൻ കമ്പോസ് ചെയ്യാൻ വേണ്ടി സനിയ.